നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങി. അദ്ദേഹം ഒരു ധനതത്വശാസ്ത്ര വിദഗ്ധൻ എന്ന നിലയിൽ വലിയ സംഭാവനകൾ നൽകിയ ആളാണ്. പക്ഷേ അദ്ദേഹത്തിലൊരു രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നു. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ആദ്യമായിട്ട് ഭാരതം കണ്ട ഏറ്റവും മികച്ച ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്, അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള എൻ്റെ ഏറ്റവും വലിയ ദുഃഖം ഞാൻ ഈ സമയത്ത് പ്രകടിപ്പിക്കുകയാണ്. കാരണം ഭാരതത്തിൻ്റെ ധനശാസ്ത്രത്തെ സംബന്ധിച്ച് ഇത്ര അവഗാഹമായിട്ടുള്ള പാണ്ഡിത്യമുള്ള വേറൊരാൾ ജീവിച്ചിരുന്നു എന്ന് എനിക്കറിയില്ല. റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയ്ക്കും തുടർന്ന് നരസിംഹറാവു മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്തുമെല്ലാം അദ്ദേഹത്തിന് നിസ്തുലമായിട്ടുള്ള സേവനമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആ വിഷയങ്ങൾ അദ്ദേഹം അത്ര അവഗാഹമായിട്ടുള്ള പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച്, സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഇത്ര നിശ്ചയമുള്ള വേറെ ആളുണ്ടായി കാണാൻ വഴിയില്ല. അപ്പം അങ്ങനെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ധനകാര്യ വകുപ്പ് മന്ത്രിമാരിൽ ഒരാളുടെ പേര് സംശയമില്ലാതെ കണ്ട് മൻമോഹൻ സിംഗിൻ്റെ പേര് പറയാൻ സാധിക്കും. അത് 1996 വരെയുള്ള ഇന്ത്യയുടെ ചരിത്രമാണ്. തുടർന്ന് പലപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൽ രാഷ്ട്രീയക്കാരനെ നമ്മൾ ദർശിക്കാൻ തുടങ്ങുന്നത് 2004 തുടങ്ങിയിട്ട് 2014 വരെയുള്ള 10 വർഷക്കാലമാണ്. ആ സമയത്ത് അദ്ദേഹത്തിനൊരു രാഷ്ട്രീയക്കാരനുണ്ടോ എന്നുള്ള എനിക്ക് പലപ്പോഴും വളരെ സംശയമാണ്. ഒരു രാജ്യതന്ത്രജ്ഞൻ അദ്ദേഹത്തിലുണ്ടോ എന്നുള്ള കാര്യം എന്നെ സംബന്ധിച്ച് സംശയമാണ്. മറിച്ച് ധനകാര്യ വിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് സാമ്പത്തിക കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്ന മൻമോഹൻ സിംഗിൻ്റെ ഒരു നിഴല് മാത്രമായിരുന്നു ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ വിഷയം ഞാൻ മാത്രമല്ല പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മാധ്യമ ഉപദേഷ്ടാവാണ്. നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, മാധ്യമ ഉപദേഷ്ടാവ് പറഞ്ഞത് ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ് പറഞ്ഞത്. അവിചാരിതമായി ഉണ്ടായ പ്രധാനമന്ത്രി എന്നാണ് പറഞ്ഞത്. യഥാർത്ഥമായിട്ട് ഇദ്ദേഹത്തിനെ മൻമോഹൻ സിംഗിനെ ഒരു പ്രധാനമന്ത്രിയായിട്ട് കാണാനായിട്ട് ആർക്കും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത്, ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറയുന്നത്, അവിടെ വരുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന ഫയലുകൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്നില്ല. എല്ലാ ഫയലുകളും അദ്ദേഹം ജൻപഥിലേക്ക് എത്തിക്കേണ്ടതുണ്ടായിരുന്നു. അവിടുത്തെ സൂപ്പർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധി പരിശോധിച്ച് അവർ ഇഷ്ടപ്പെടുന്ന ഫയലുകൾ മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത്. നമുക്ക് നല്ലൊരു ഉദാഹരണമുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട ബില്ലുണ്ട്. അഴിമതിയിൽ കുറ്റം വിധേയരായിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്, ശിക്ഷിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് അത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു മറ്റേ നിയമമായിരുന്നു ശരിയത്. അതിനെ വയലേറ്റ് ചെയ്യാൻ പിറ്റേ ദിവസം എനിക്ക് സംബന്ധിക്കുന്ന പത്രസമ്മേളനം നടത്തുന്നു. ആ തൊട്ടടുത്ത ദിവസം ഞാൻ ഡൽഹിയിലുണ്ട്. ആ ഡൽഹിയിലുള്ള സമയത്ത് പ്രസ് ക്ലബ്ബിലാണ് പത്രസമ്മേളനം നടത്തുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ തൊട്ട് മുന്നേയുള്ള പ്രസ് ക്ലബ്ബിൽ. അവിടെ പത്രസമ്മേളനത്തിൽ എത്തുന്നത് അന്നത്തെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അജയ് മാക്കൻ അടക്കമുള്ള ആളുകളാണ് വരുന്നത്. അവർ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറ് വരുന്നു, നിൽക്കുന്നു. ഏതോ ഒരു സിനിമാ സ്റ്റൈലിലായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രാഹുൽ ഗാന്ധി ചാടി ഈ പ്രസ് ക്ലബിനകത്തേക്ക് കടന്നു വരുന്നു. ആ പേപ്പർ അജയ് മാക്കനിൽ നിന്ന് തട്ടിപ്പറിക്കുന്നു. ആ തട്ടിപ്പറിച്ച് പിച്ചി ചീന്തി കീറി വലിച്ച് എല്ലാവരെയും മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ദയനീയമായിട്ടുള്ള, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവമായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം കത്തിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ആരാണ്? അന്ന് ഒരു ഓർഡിനൻസ് ആണ് അന്ന് കൊണ്ടുവന്നത്. അങ്ങ് പറഞ്ഞതുപോലെ ആ ഓർഡിനൻസ് മന്ത്രിസഭ അംഗീകരിച്ച ഒരു ഓർഡിനൻസ്. പിന്നീട് അത് നിയമമാക്കാൻ നമ്മൾ ചർച്ച ചെയ്ത് വോട്ടിനിട്ട് പാസ്സാക്കിയെടുക്കണം. അപ്പോൾ 6 മാസത്തേക്ക് ആ ഓർഡിനൻസ് നിലനിൽക്കും. ഇന്ന് ലാലു പ്രസാദ് യാദവ് ശിക്ഷിക്കപ്പെട്ടപ്പോഴാണ് ഈ മുന്നണി ഭരണത്തിൻ്റെ ഒരു സമ്മർദ്ദത്തിൽപ്പെട്ട് കോൺഗ്രസ് അത് കൊണ്ടുവരേണ്ടി വന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പക്ഷെ അങ്ങ് ഇപ്പോൾ പറഞ്ഞു രാഹുൽ ഗാന്ധി വന്നത് കീറിയെറിഞ്ഞു. അവിടെ എനിക്കൊരു ചെറിയ ചോദ്യം. അത് വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ കീറിയെറിയുന്നതിന് തുല്യമല്ലേ അത്? ഒരു സംശയവുമില്ല. പിന്നെ അതിന് 2 സംഗതികളാണ്. ഇത് ആര് ചെയ്തു എന്നുള്ള പ്രശ്നമുണ്ട്. ഈ രാഹുൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് അത്ര ഒരു ഗൗരവമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം രാഹുലിന് ഭരണഘടന എന്താണ്? ഈ കാട്ടുകോഴിക്കെന്ത് സംക്രാന്തി എന്ന് ചോദിച്ച മാതിരിയാണ്. അദ്ദേഹത്തിന് ഭരണഘടനയെക്കുറിച്ച് അറിയില്ല,
ഇന്ത്യൻ പാർലമെൻറ്റ് ബില്ലിനെ കുറിച്ചറിയില്ല, പ്രധാനമന്ത്രിയുടെ വലിപ്പം നിശ്ചയില്ല. അദ്ദേഹം എല്ലാ വലിപ്പങ്ങളും ദർശിക്കുന്നത് സ്വന്തം അമ്മയുടെ മുഖതാവിൽ നിന്നാണ്. സ്വന്തം അമ്മ എങ്ങനെയാണോ ഒരാളെ കാണുന്നത് അതേപോലെയാണ് അദ്ദേഹം കാണുക. അപ്പോൾ അമ്മ കാണുന്നത് സാധാരണ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് മൻമോഹൻ സിംഗിനെ കണ്ടിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ മകന് അത് തന്നെ കാണാം. ഞാൻ മനസ്സിലാക്കുന്നത് അത് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഒരു ഗൗരവത്തോടു കൂടിയിട്ട് പിച്ചി ചീന്തിയതാണെന്നുള്ള അഭിപ്രായം എനിക്കതിനെ സംബന്ധിച്ചില്ല. ഒരു കുട്ടികളി ഒരു ബാലിശമായിട്ടുള്ള ഒരു നടപടി. കുട്ടികളെ എന്ന് വിളിച്ചാൽ കുട്ടികളെ അവമാനിക്കലാണ്, കുട്ടികളെ പോലെ അവമാനിക്കുക. ഇത് ബാലിശമായിട്ടുള്ള നടപടിയാണ്. ബാലിശമായിട്ടുള്ള നടപടി ഒരു കോമാളിത്തരം. ആ കോമാളിത്തരം ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ളതാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത. നമുക്ക് തിരിച്ച് മൻമോഹൻ സിംഗിലേക്ക് വരാം. അങ്ങ് പറഞ്ഞു മൻമോഹൻ സിംഗിൻ്റെ കൈകൾ കെട്ടപ്പെട്ടിരുന്നു, അദ്ദേഹം ഒരു പാവയെ പോലെയാണ്, കീ കൊടുത്താൽ പ്രവർത്തിക്കുന്ന ചാടിക്കളിക്കുന്ന ഒരു പാവയെ പോലെയാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ ധാരാളം ഉയർന്നതാണ്. ഒരു സൂപ്പർ പ്രൈം മിനിസ്റ്ററായിട്ട് പിന്നിലിരുന്ന് സോണിയയാണ് ഭരണം നിയന്ത്രിച്ചത് എന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. പക്ഷേ അന്നത്തെ ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വേറെ ആരെങ്കിലും പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ആ മുന്നണി 2004 ആ കൂട്ടിക്കെട്ടിയ മുന്നണി സംവിധാനം മുന്നോട്ട് പോകുമായിരുന്നു. ഒരു പക്ഷേ പ്രണബ് കുമാർ മുഖർജി ആയിരുന്നെങ്കിൽ അത് ഇത്ര സ്മൂത്തായി ഇത്ര ലളിതമായി അത് മുന്നോട്ട് പോകുമായിരുന്നു, കാലാവധി തികയ്ക്കുമായിരുന്നു. അങ്ങേക്ക് എന്ത് തോന്നുന്നു? അല്ല, അതിൽ തീർച്ചയായിട്ടും സാധിക്കുമായിരുന്നു. ഇതിനകത്ത് മൻമോഹൻ സിംഗിനേക്കാൾ മികച്ച പ്രധാനമന്ത്രിയായിട്ട് വരുവാനായിട്ടുള്ള എല്ലാ സാഹചര്യം പ്രണബ് മുഖർജിയെ സംബന്ധിച്ചുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു പാരമ്പര്യം. അദ്ദേഹം 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് പ്രധാനമന്ത്രിയാവുന്ന പൊതുവെ ജനങ്ങൾ ധരിച്ചത് അദ്ദേഹത്തെയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ, സോണിയാഗാന്ധിയുടെ ഭർത്താവ് ആ സ്ഥാനം തട്ടിയെടുക്കുന്ന ആ സമയത്താണ്. 1984 അന്ന് പാർലമെൻറ്റ് അംഗം പോലും അല്ലാത്ത രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ട് മുന്നേ വരെ പ്രതീക്ഷിച്ചിരുന്നത് പ്രണബ് കുമാർ മുഖർജി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്നതാണ്. കാരണം അദ്ദേഹത്തിന് അത്ര വലിയ പാരമ്പര്യമുണ്ട്. ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടും നിരവധി വർഷക്കാലം വിദേശകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ട് പലരുടെ കൂടെ പല മന്ത്രിസഭയിലും പ്രവർത്തിച്ച ആളെന്ന നിലയ്ക്കും ലോകത്തിലെ എല്ലാ വിദേശ രാഷ്ട്ര തലവന്മാരുമായിട്ട് വലിയ ബന്ധം പുലർത്തിയിരുന്നൊരു വ്യക്തി എന്ന നിലയ്ക്കൊക്കെ അദ്ദേഹത്തിന് വലിയ സാധ്യതയുണ്ടായിരുന്നു. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഈ പ്രണബ് കുമാർ മുഖർജിയെയും ഒരു ബ്യൂറോക്രാറ്റ്, അങ്ങനെ തന്നെ നമുക്ക് പറയാം, ബ്യൂറോക്രാറ്റ് കൂടിയായ രാഷ്ട്രീയക്കാരനല്ലാത്ത മൻമോഹൻ സിംഗിനെയും കൂടി പ്രധാനമന്ത്രി പദത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഉന്നത സ്ഥാനത്ത് നമ്മളൊന്ന് തട്ടിച്ചു നോക്കുമ്പോൾ സത്യത്തിൽ ഇന്ത്യക്ക് യോജിച്ചത് മൻമോഹൻ സിംഗ് തന്നെയല്ലേ? പ്രണബ് കുമാർ മുഖർജി മോശക്കാരനാണെന്നല്ല അതിൻ്റെ അർത്ഥം, പക്ഷെ അദ്ദേഹം കുറേ കൂടെ അഗ്രസീവാണ്. പക്ഷെ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം മൻമോഹൻ സിംഗ് തന്നെയല്ലേ? അങ്ങനെ ആവണമെന്നില്ല. കാരണം എല്ലാ ഫയലുകളും ജൻപഥത്തിലേക്ക് കൊടുത്തയക്കാനായിട്ട് പ്രണബ് കുമാർ മുഖർജിയോട് പറഞ്ഞാൽ സാധ്യമല്ലെന്ന് അദ്ദേഹം പറയും. നടക്കില്ല. സംശയലേശമെന്നെ അദ്ദേഹം പറയും സാധിക്കില്ല എന്ന് പറയും. പക്ഷെ മൻമോഹൻ സിംഗ് കൊടുത്തയക്കും. കാരണം മൻമോഹൻ സിംഗ് എല്ലാ കാലത്തും നല്ല ധനകാര്യ വിദഗ്ധൻ എന്നതിനോടൊപ്പം തന്നെ നല്ലൊരു ഉദ്യോഗസ്ഥനും കൂടിയായിരുന്നു. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ എല്ലാവിധ പ്രവൃത്തി സ്വഭാവങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ച് ബാധകമായിരുന്നു. അതുകൊണ്ട് ഉന്നതനായിട്ടുള്ള ഒരാൾ, ഒരു മന്ത്രിയായിട്ടുള്ള ആൾ, മന്ത്രിസ്ഥാനത്ത് പോലെയുള്ള ആൾ ഒരു സ്യൂഡോ പ്രൈം മിനിസ്റ്റർ ആവശ്യപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇത്തരം ഫയലുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് വിട്ടുവീഴ്ച അദ്ദേഹം തയ്യാറാവുമായിരുന്നു. ഇന്ന് മാത്രമല്ല, നമ്മൾ ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ അന്ന് ഉണ്ടായിരുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്കെന്താ ഉള്ളത്? ഇവരെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല. അതെല്ലാം ജനപഥിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവരുടെ ഓപ്പറേഷൻസിൽ ഇദ്ദേഹം ചാടിക്കളിച്ചു എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിന് യാതൊരു പ്രാധാന്യമില്ല. ശരി, ഒരു കാര്യം കൂടി അങ്ങിപ്പോൾ പറഞ്ഞത് ഈ മൻമോഹൻ സിംഗ് എന്ന ബ്യൂറോക്രാറ്റിൻ്റെ വിജയവും എന്നാൽ രാഷ്ട്രീയക്കാരൻ്റെ ചില പോരായ്മകളുമാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചത്. ഈ 2014 ഭീകരമായൊരു പരാജയം കോൺഗ്രസ്സിനുണ്ടായി. അവർ പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ പറ്റാത്ത വണ്ണം ചുരുങ്ങി ഒതുങ്ങി തകർന്നുപോയി കോൺഗ്രസ്. സത്യത്തിൽ അതിന് ഉത്തരവാദി മൻമോഹൻ സിംഗ് ആണോ? മൻമോഹൻ സിംഗ് യാതൊരു പങ്കുമില്ല. വിജയത്തിൽ മൻമോഹൻ സിംഗിന് പങ്കില്ല എന്ന് പറയുന്ന പോലെ തന്നെ പരാജയത്തിലും പങ്കില്ല. കാരണം വിജയത്തിൽ പങ്കുള്ളവർക്കാണല്ലോ പരാജയത്തിൽ പങ്കുണ്ടാവുക. വിജയത്തിൽ മൻമോഹൻ സിംഗിന് പങ്കല്ലല്ലോ ആരും പറയുന്നത്. അത് സോണിയാഗാന്ധിയുടെ വിജയമായിട്ട് അവകാശപ്പെടുന്നത്. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം അവർ തന്നെ പേരേണ്ടതാണ്. കാരണം മൻമോഹൻ സിംഗ് ഒരു സമയത്തും രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നില്ല. അദ്ദേഹം എക്കാലത്തും ചെയ്തത്
ഭരണതന്ത്രത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം ചർച്ച നടത്തിയിരുന്നത്, ധനകാര്യത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം ചർച്ച നടത്തിയിരുന്നത്. ഈ തരം വിഷയങ്ങളല്ലാതെ കണ്ട് ഒരിക്കലും രാജ്യതന്ത്ര വിഷയങ്ങളിൽ മൻമോഹൻ സിംഗ് ഒരിക്കലും ചർച്ച നടത്തിയിട്ടില്ല, അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അദ്ദേഹം ഈ 2014 ശേഷം പരാജയപ്പെട്ട സമയത്തും അദ്ദേഹം അതിനെ സംബന്ധിച്ചൊരു ഗൗരവമായിട്ടുള്ള പ്രസ്താവന പോലും അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹം ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്ന രീതിയിൽ ഒരു വലിയ സ്ഥാനം മൻമോഹൻ സിംഗിന് കൊടുക്കാൻ കാരണം വലിയ ബഹുമാനം കൊടുത്തിരുന്നു. വലിയ ബഹുമാനം ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്, ഇന്നത്തെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മൾ നോക്കിക്കാണേണ്ടത് ഒരു പരാജയപ്പെട്ട പ്രൈം മിനിസ്റ്റർ എന്ന നിലയ്ക്കായിരിക്കരുത്. ഒരു വിജയിച്ച ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നമ്മൾ അദ്ദേഹത്തെ കാണേണ്ടത്. ശരിക്കത് ഒരു വിജയിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് മാത്രമല്ല ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തുള്ള ഇന്ത്യയുടെ ഉയർപ്പിന് വേണ്ടിയിട്ട് മോഹിച്ച പ്രൈം മിനിസ്റ്റർ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ധനകാര്യ മന്ത്രിയും കൂടിയായിരുന്നു. ഒരു സംശയമില്ല, അത് മൻമോഹൻ സിംഗ് തന്നെയാണ്. മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു കാരണവശാലും കോൺഗ്രസ് ആയിരുന്നില്ല, കാരണം BJP ആയിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ടാണ് ചേർന്ന് പോകാൻ സാധിക്കുക. കാരണം അത്രയും സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കും ധനകാര്യ ശാസ്ത്ര വിദഗ്ധൻ എന്ന നിലയ്ക്കും അദ്ദേഹത്തെ ലോകം അറിയപ്പെടുന്നുണ്ട്, ലോകം ആദരിക്കുന്നുണ്ട് അദ്ദേഹത്തെ. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മളെ സംബന്ധിച്ച് ധനകാര്യ ലോകത്തിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു നഷ്ടമായിട്ട് തന്നെയാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വേർപാടിനെ നമ്മൾ നോക്കിക്കാണേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തീർച്ചയായിട്ടും അങ്ങ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക വൈദഗ്ധ്യം വെളിപ്പെടുത്തുന്ന തരത്തിലാണ് അങ്ങ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ ഒരു മികച്ച സാമ്പത്തിക വിദഗ്ധനും എന്താ പറയുക, ഇന്നത്തെ ആധുനിക ഈ മാറിയ ലോക സാഹചര്യത്തിൽ ഇന്ത്യക്ക് മുന്നേറാൻ ആവശ്യമായ ഒരു അടിത്തറയിട്ട ധനകാര്യ വിദഗ്ധനും കൂടിയാണ്, ധനമന്ത്രിയും കൂടിയാണ് മൻമോഹൻ സിംഗ് എന്ന് നമുക്ക് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെ സ്മരിക്കാം. തീർച്ചയായിട്ടും.